അസ്സലാമലൈക്കും. പച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്നൊരു അടിപൊളി റെസിപ്പീൻ്റെ നോമ്പൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ കാച്ചിയത് എല്ലാ ദിവസവും എല്ലാ വീട്ടിലും തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു തരി കാച്ചിയതാക്കിയാലോ? അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കാരമൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ തരി കാച്ചിയത് റെഡിയാക്കി എടുക്കുന്നത്. സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. അതുപോലെ അടികിട്ടിയുള്ള പാത്രം വേണം ഉപയോഗിക്കാനായിട്ട്. ഈ പഞ്ചസാര മെൽട്ടാകുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. പഞ്ചസാര സിമ്മിൽ കിടന്ന് മെൽട്ടായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തരി നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നാടൻ പശുവിൻ നെയ്യാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അല്പം കാഷ്യൂ ഇട്ട് കൊടുക്കാം. കാഷ്യൂവിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. അതുപോലെ മധുരം ഇത് പാകത്തിനുള്ള മധുരമാണ്. നിങ്ങൾക്ക് അല്പം കൂടെ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ തരി ചേർത്ത് കൊടുക്കാം. ഒരുപാട് തരി ആയിപ്പോവരുത്, അപ്പോൾ കട്ടിയായിപ്പോവും. ഇത് പാകത്തിനുള്ള അളവാണ്. നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് സെയിം മെഷർമെൻറ്റ് തന്നെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള തരി കാച്ചിയത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് സിമ്മിലിട്ട് നല്ലതുപോലെ വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് അല്പം കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. പഞ്ചസാര ചെറുതായി ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വീണ്ടും അതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. നല്ലതുപോലെ കാരമലായി വരട്ടെ. തരിയും നല്ലതുപോലെ വറുത്ത് കിട്ടണം. ഒട്ടും തന്നെ കരിയാൻ പാടില്ല. സിമ്മിലിട്ടിട്ട് വേണം ഇത് നല്ലതുപോലെ വറുത്തെടുക്കാനായിട്ട്. നല്ലതുപോലെ വറന്ന് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും. അപ്പോഴേക്കും ഫ്ലെയിം അണച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ തരി പാകത്തിന് വറന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ കാരമൽ എന്തായെന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അല്പം കൂടെ സമയം ഇതുപോലെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒട്ടും തന്നെ ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ലേ. അപ്പോൾ കണ്ടോ, ഇപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. 250 ml 2 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തീ സിമ്മിലിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ പെട്ടെന്ന് തന്നെ എല്ലാ വെള്ളവും ഒഴിച്ചു കൊടുക്കരുത്. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ച കാരമൽ നല്ലതുപോലെ കട്ടയായിട്ട് കിട്ടും. ആ സമയത്ത് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആ സമയത്ത് നമ്മൾ കാരമൽ മെൽട്ടായി വരും. ഇനി നല്ലതുപോലെ ഒന്ന് മെൽട്ടായി വരട്ടെ. കണ്ടോ, ഇപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ മെൽട്ടായി, കളറൊക്കെ മാറി വെള്ളത്തിൻ്റെ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. 1/2 ലിറ്റർ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലതുപോലെ തിളച്ചു കൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഈ പാല് നല്ലതുപോലെ ഒരു തിള വരണം. ഹൈ ഫ്ലെയിമിലിട്ട് വെച്ച് കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ നല്ലതുപോലെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച റവയും കിസ്മിസൊക്കെ ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരുപാട് സമയം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു തിള വന്നാൽ മതിയാവും. അല്പാൽപമായിട്ട് നമ്മൾ വറുത്ത് വെച്ച കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ മിക്സ് മുഴുവനെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരണം. ഒരുപാട് കുറുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഫ്ലെയിം അല്പം കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മുഴുവനെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലതുപോലെ തിള വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ ഒന്ന് കുറുകി വരണം. ഒരുപാട് കുറുകേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായി ഒന്ന് കുറുകി വന്നാൽ മതിയാവും. ഇനി ഈ സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലിൽ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ടേസ്റ്റ് വരില്ല. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ റമദാനിന് അടിപൊളിയായിട്ടുള്ള തരി കാച്ചിയത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടും. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കണം. അല്പം ഒന്ന് കുറുകിയതിന് ശേഷമാണ് ഏലക്ക ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 2 ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്, ഒരു 1/4 ടീസ്പൂൺ അളവിൽ. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം അണച്ചു കൊടുക്കുക. നമ്മുടെ തരി കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം അണച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. തരിയല്ലേ, അപ്പോൾ അല്പം ഒന്ന് പാട കിട്ടുന്നത് പോലെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ തരി കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോവല്ലേ. താങ്ക്